വെൽക്കം ടു ഓട്ടോ ബ്രാൻഡ്. ആദ്യം തന്നെ പറയട്ടെ, ഇലക്ട്രിക് കാറുകളുടെ വർധനവ് എന്തുകൊണ്ടായിരിക്കാം? പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും വർദ്ധിച്ച വരുമാനം, പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പന, വായുമലിനീകരണവും കുതിക്കുന്ന ഇന്ധന വില എന്നീ കാരണങ്ങൾ. 100-ൽ ഒരു 10 പേരാണ് EV കാറുകൾ വാങ്ങുന്നത്. അതിന് പ്രധാന കാരണം വിലയാണ്. പെട്രോൾ കാറിനെ അപേക്ഷിച്ച് EV കാറിന് 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ വില കൂടുതലാണ്. ഉദാഹരണത്തിന് ടാറ്റയുടെ നെക്സോൺ കാർ എടുക്കാം. നെക്സോൺ കാറിൻ്റെ പെട്രോൾ വേരിയൻറ്റിന് 8 മുതൽ 15 ലക്ഷം വരെയാണ് വില. എന്നാൽ EV വേരിയൻറ്റിന് 14 മുതൽ 19 ലക്ഷം വരെ എത്തും. ഒരു പെട്രോൾ കാറിനെ അപേക്ഷിച്ച് 1 ലിറ്ററിന് 15 കിലോമീറ്ററാണ് കാറിന് ലഭിക്കുന്ന മൈലേജ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് 35 കിലോമീറ്ററെങ്കിലും ഓടിക്കേണ്ടി വരും. പിന്നെ ഒഴിവു ദിനങ്ങളിലെ യാത്രകളും ഓരോ തവണ പെട്രോൾ വില കൂടുന്നതും ഇതെല്ലാം നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളാണ്. സാധാരണഗതിയിൽ നോക്കുമ്പോൾ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാർ വാങ്ങുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ തീരുമാനിച്ച ആളാണ് നിങ്ങളെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? അതിൽ ആദ്യത്തേത് വാഹനത്തിൻ്റെ വിലയാണ്. കേരളത്തിൽ നേരത്തെ ക്യാപിറ്റൽ സബ്സിഡിയായ 30,000 രൂപ നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ അതില്ല. മറ്റു പല സംസ്ഥാനങ്ങളും കേന്ദ്ര പദ്ധതിയായ ഫ്രെയിം 2 പ്രകാരം ഈയൊരു സബ്സിഡി കൊടുക്കുന്നുമുണ്ട്. എന്തായാലും നമുക്ക് വിലയെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അടുത്തതായി വാഹനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒരു അവബോധമാണ്. അതായത് നിങ്ങൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്നതിന് മുമ്പായി ഏതു തരത്തിലുള്ള വാഹനമാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ന് തീരുമാനമാണ്. ചിലർക്ക് ദീർഘദൂര യാത്രയുള്ള അധിക റേഞ്ച് ബാറ്ററി ഇവയായിരിക്കാം വേണ്ടത്. ചിലർക്ക് പുത്തൻ രൂപ ഭംഗിയുള്ള കാറുകളായിരിക്കാം. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ സാങ്കേതിക സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കി വ്യക്തമായൊരു തീരുമാനത്തിലെത്തുക എന്നതാണ്. അടുത്തതായി ബാറ്ററിയും ഡ്രൈവിംഗ് റേഞ്ചുമാണ്. കമ്പനി പരസ്യം പറയുന്നത് മൈലേജ് കിട്ടുന്നുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിലും ഇത്തരം കാറുകൾ വാങ്ങിയോ ഉടമസ്ഥരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുക. കൂടാതെ കമ്പനി പറയുന്ന മൈലേജ് ഏതുതരം ഭൂപ്രദേശങ്ങളിലാണ് ലഭിക്കുക എന്നുകൂടെ നോക്കുക. ഒരു EV കാറിൻ്റെ ബാറ്ററിയുടെ വില ചുരുങ്ങിയത് ഒരു 6 ലക്ഷം രൂപയോളം വരും. മിക്ക EV കാർ കമ്പനികളും 5 മുതൽ 8 വർഷം വരെ ബാറ്ററിക്ക് വാറണ്ടി നൽകുന്നുണ്ട്. വാറണ്ടിയുള്ള സമയത്താണെങ്കിൽ ബാറ്ററി മാറ്റി നൽകുകയും ചെയ്യും. എന്നാൽ ബാറ്ററികളുടെ ടെക്നോളജി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാറണ്ടിയുടെ കാലാവധിക്ക് ശേഷം അല്ലെങ്കിൽ വാറണ്ടിയിൽ ഉൾപ്പെടാത്ത കാരണത്താൽ ബാറ്ററി മാറ്റേണ്ടി വന്നാൽ അത് നിങ്ങളുടെ കീശ കാലിയാക്കും. കൂടാതെ ബാറ്ററി സാങ്കേതികവിദ്യ അതിവേഗം പുരോഗമിക്കുന്നതിനാൽ ഭാവിയിൽ പഴയ EV കാറുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഇത് മറികടക്കാൻ ചില EV കാർ നിർമ്മാതാക്കൾ പുതിയ ചാർജറുകൾ പിടിപ്പിച്ചു തരികയും ബാറ്ററി മുതലായവയ്ക്ക് ദീർഘകാല വാറണ്ടി നൽകുകയും ചെയ്യുന്നു. പ്രതിദിനം 40 മുതൽ 50 കിലോമീറ്ററെങ്കിലും വാഹനം ഓടിക്കുന്നവർക്ക് എന്തുകൊണ്ടും EV വാഹനമാണ് വാങ്ങുന്നത് ലാഭകരം. അതുപോലെ ടാക്സി സർവീസ് നടത്തുന്നവർക്കും പ്രത്യേകിച്ച് കോൾ ടാക്സി സർവീസ് നടത്തുന്നവർക്കും നല്ലതാണ്. അതേസമയം ഒരു ദിവസം 10 കിലോമീറ്ററോ മറ്റോ ആണ് ഓട്ടമെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നേരത്തെ ചൂണ്ടിക്കാട്ടിയ വില വ്യത്യാസം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു EV ചുരുങ്ങിയത് 1 ലക്ഷം കിലോമീറ്ററെങ്കിലും ഓടണം. അതോടൊപ്പം EV കാറിനായി നൽകിയ അധിക വിലയുടെ ബാങ്ക് പലിശ നിരക്കും കണക്കിലെടുത്താൽ മൊത്തം ചിലവ് വർദ്ധിക്കുകയുള്ളൂ. വാഹന വില അധികമായതിനാൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ട പ്രീമിയം തുകയും കൂടുതലാകും. ഇതിലൊരു കാര്യം കൂട്ടിച്ചേർക്കാം, സോഫ്റ്റ്വെയറിന് ഫ്രീ അപ്ഡേറ്റ് കിട്ടുമോ എന്നതും നമ്മുടെ ആവശ്യമാണ്. പുതിയ EVകളുടെ സാങ്കേതിക വിദ്യകളും സോഫ്റ്റ്വെയറും വളരെ വിലയേറിയതാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് മാറുന്ന മറ്റൊന്നാണ് EV കാറുകളുടെ ചില സാങ്കേതിക വിദ്യകളും സോഫ്റ്റ്വെയറും. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ നിലവിലെ ഉപഭോക്താക്കൾക്ക് വില ഈടാക്കാതെ ഫ്രീ അപ്ഡേറ്റ് കിട്ടുമോ എന്ന കാര്യവും നേരത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഏതൊക്കെ ഘടകങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്നും വില കൊടുത്ത് മാറ്റേണ്ടി വരുന്നവ ഏതെന്നും നേരത്തെ മനസ്സിലാക്കുക. ഒരുപക്ഷെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ വില പേശിയാൽ ചില കാര്യങ്ങളൊക്കെ സൗജന്യമായി ലഭിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ചാർജിങ് സ്റ്റേഷനുകളുടെ വിദേശ രാജ്യങ്ങളിൽ എന്ന പോലെ ധാരാളം ചാർജിങ് സ്റ്റേഷനൊന്നും ഇന്ത്യയിലില്ല. അതൊരു പോരായ്മയാണ്. നിലവിലെ മെട്രോ നഗരങ്ങളിൽ ഇവ ലഭ്യമാണ്. പക്ഷേ ഹൈ റേഞ്ചുകളിലേക്കുള്ള യാത്രകളും എവിടൊക്കെ ലഭ്യമാണ് എന്ന് കൃത്യമായി അറിയുക പ്രയാസമാണ്. കേരളത്തിലെ EV ഉടമകളുടെ സംഘടനയായ ഇവോക്, ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ, ഇവരുമായി ബന്ധപ്പെട്ടാൽ എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകളുണ്ടെന്ന് മനസ്സിലാക്കാം. സ്ലോ ചാർജിനാണെങ്കിൽ
പൂർണ്ണമായും ചാർജ് ആകാൻ ഏകദേശം 3 മണിക്കൂർ വേണ്ടിവരും. ഭാവിയിൽ മൊബൈൽ ഫോണുകൾ വയർലെസ് ചാർജറുകൾ എന്നതുപോലെ തന്നെ EVകൾക്കും വയർലെസ് ചാർജിംഗ് സ്റ്റേഷനുകൾ വരുമെന്ന് ബ്ലൂംബർഗ് ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഒരു EVയുടെ വില ചിലപ്പോൾ 2 ലക്ഷം രൂപ വർദ്ധിച്ചേക്കാമെന്നും പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു സംശയം വരാനുള്ളത്, EV കാറുകളും വർദ്ധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഊർജ്ജോപയോഗത്തിന് അത് പ്രതികൂലമായി ബാധിക്കില്ലേ എന്നായിരിക്കും. നിലവിലെ കേരളം വൈദ്യുതി പുറമേ നിന്നും വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ്. കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നുമുണ്ട്. എങ്കിലും പരിസര മലിനീകരണത്തിൽ വരുന്ന കുറവ്, ആരോഗ്യരംഗത്ത് വരാൻ സാധ്യതയുള്ള ചെലവ് കുറയൽ മുതലായവ കൂടുതൽ വൈദ്യുതി വാങ്ങുമ്പോഴുള്ള അധിക ബാധ്യതയെ ഒരു പരിധിവരെ കുറയ്ക്കുമെന്ന് പറയുന്നു. ഇനി EV വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് ചെലവുകളും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സമയാസമയം മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ അത് EVയുടെ പെർഫോമൻസിനെ ബാധിക്കും. സാധാരണഗതിയിൽ അധിക പാർട്സ് ഇല്ലാത്തതിനാൽ ഇവ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഓർക്കാപ്പുറത്തൊരു ബ്രേക്ക് ഡൗൺ വന്നാൽ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തെ അപേക്ഷിച്ച് EV വാഹനങ്ങളുടെ സ്പെയർ പാർട്സിന് വില വളരെ കൂടുതലാണ്. മാത്രമല്ല അംഗീകൃത സർവീസ് സ്റ്റേഷനുകളിൽ അല്ലാതെ ഇവയെ നന്നാക്കാൻ അറിയാവുന്ന മെക്കാനിക്കുകളൊന്നും ഇല്ല. അതുകൊണ്ട് ആഫ്റ്റർ സെയിൽ സർവീസ് നന്നായി നൽകുന്ന കമ്പനി തന്നെ തിരഞ്ഞെടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, വാങ്ങേണ്ടത് EVയോ ഹൈബ്രിഡോ എന്നത്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ആവശ്യകതയെ അനുസരിച്ചിരിക്കും. ഒരു EV കാറ് വാങ്ങുന്നത് പ്രായോഗികമല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് കാറ് വാങ്ങുക. പെട്രോൾ ഉപയോഗിക്കുന്നതോടൊപ്പം ബാറ്ററി ചാർജും ഈ വാഹനത്തിൽ ഉപയോഗിക്കാം. ഹൈബ്രിഡ് കാറുകൾക്ക് ഉദാഹരണമാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ, മാരുതി ഗ്രാൻഡ് വിക്ടാര, ഹോണ്ട സിറ്റി EHV എന്നിവ ഈ ഗണത്തിലുള്ളതാണ്. ലോകത്ത് 2022 മൊത്തം വാഹനങ്ങളുടെ വിൽപ്പനയിൽ 10% EV വാഹനങ്ങളാണ്. ഇതനുസരിച്ച് ഇന്ത്യയിൽ പകുതി കാറുകളും 2040 ആകുമ്പോഴേക്കും വൈദ്യുതിയിൽ ഓടുന്നവരായിരിക്കും. ഒരുപക്ഷെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്.